വയനാട് ജില്ലയിൽ വീണ്ടും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കോവിഡും മറ്റു പകർച്ചവ്യാധികളും പോലെ തന്നെ നമ്മൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ട ഒരു ബാക്ടീരിയൽ രോഗമാണിത്. പ്രധാനമായും കുട്ടികളെയാണ് ഇത് ഗുരുതരമായി ബാധിക്കുന്നത്. എന്നാൽ ഭയപ്പെടുകയല്ല, കൃത്യമായ അറിവും മുൻകരുതലുമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആവശ്യം. എന്താണ് ഷിഗല്ല? ഇത് എങ്ങനെയാണ് പകരുന്നത്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഷിഗല്ല വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഒരു കുടൽ രോഗ ബാധയാണിത്. ഇത് കേവലം ഒരു സാധാരണ വയറിളക്ക രോഗമല്ല, വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പകരാൻ ശേഷിയുള്ള ഒന്നാണ്. ഇനി ഇത് എങ്ങനെയാണ് പകരുന്നത് എന്ന് നോക്കാം. പ്രധാനമായും മലിനമായ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിനുള്ളിൽ കടക്കുന്നത്. രോഗബാധിതരായ വ്യക്തികളുടെ മലമൂത്ര വിസർജനവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുണ്ടാകുക, കൈകൾ വൃത്തിയായി കഴുകാതെ ആഹാരം കഴിക്കുകയോ പാകം ചെയ്യുകയോ ചെയ്യുക എന്നിവയാണ് രോഗവ്യാപനത്തിന് പ്രധാന കാരണം. ഈ ബാക്ടീരിയ ശരീരത്തിലെത്തിയാൽ കുടലിന്റെ ആവരണത്തെയാണ് ഇത് ബാധിക്കുന്നത്. രോഗബാക്ടീരിയ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണയായി 1 മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. പ്രധാന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. ശക്തമായ വയറിളക്കം. ഇത് പലപ്പോഴും രക്തവും കഫവും കലർന്നതായിരിക്കും. കഠിനമായ വയറുവേദനയും വയറു ഉരുക്കവും. മലവിസർജനത്തിന് ശേഷവും മാറാത്ത വേദന അനുഭവപ്പെടാം. പനി. പെട്ടെന്ന് ശക്തമായ പനി ഉണ്ടാകുക. ഛർദിയും തലകറക്കവും. ശരീരത്തിൽ നിന്ന് വെള്ളം അമിതമായി നഷ്ടപ്പെടുന്നത് കൊണ്ടാണിത്. ചിലരിൽ ലക്ഷണങ്ങൾ കഠിനമാകില്ലെങ്കിലും അവർ വഴി മറ്റുള്ളവരിലേക്ക് രോഗം പകരാം. കുട്ടികളിലും പ്രായമായവരിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലും ഈ ലക്ഷണങ്ങൾ വളരെ വേഗം ഗുരുതരമായേക്കാം. ഷിഗല്ലയെ തടയാൻ ഒരേ ഒരു വഴിയേയുള്ളൂ: വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങളിലൂടെ ഈ രോഗത്തെ പൂർണ്ണമായും പൂട്ടാൻ നമുക്ക് കഴിയും. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം. പച്ചവെള്ളം യാതൊരു കാരണവശാലും കുടിക്കരുത്. വെള്ളം നന്നായി തിളപ്പിച്ച ശേഷം മാത്രം വാങ്ങിവെക്കുക. ആ വെള്ളം ആറിയ ശേഷം കുടിക്കാൻ ഉപയോഗിക്കുക. കിണറുകളിലും കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറിനേഷൻ കൃത്യമായി നടത്തണം. കൈകൾ കഴുകുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പും മലവിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും നന്നായി കഴുകുക. കുട്ടികളെ ഇത് ശീലിപ്പിക്കുക. തുറന്നു വെച്ച ആഹാരങ്ങൾ ഒഴിവാക്കുക. ഈച്ചകൾ രോഗം പരത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചുവെക്കുക. പഴകിയതും തണുത്തതുമായ ആഹാരങ്ങൾ ഒഴിവാക്കുക. വ്യക്തി ശുചിത്വം. കുട്ടികളുടെ ഡയപ്പറുകൾ മാറ്റിയ ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണം. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഒന്നിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. വയനാട്ടിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വയറിളക്കമോ പനിയോ കണ്ടാൽ സ്വയം ചികിത്സ അരുത്. ആദ്യം ചെയ്യേണ്ടത് ORS ലായനിയോ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ കരിക്കും വെള്ളമോ നൽകി ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടാതെ നോക്കുക എന്നതാണ്. പിന്നീട് ഡോക്ടറെ കാണുക. ഒട്ടും സമയം കളയാതെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ ആശുപത്രിയിലോ എത്തിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മലത്തിൽ രക്തത്തിന്റെ അംശം കണ്ടാൽ ഒട്ടും വൈകരുത്. ഹോട്ടലുകളും പൊതുചടങ്ങുകളും. വീടുകളിൽ മാത്രമല്ല, ഹോട്ടലുകളിലും കല്യാണം പോലുള്ള പൊതുചടങ്ങുകളിലും ശുദ്ധമായ വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. ഷിഗല്ല ഒരു ഭീകര രോഗമല്ല, പകരം നമ്മൾ വരുത്തുന്ന ശുചിത്വക്കുറവ് കൊണ്ട് മാത്രം പടരുന്ന ഒന്നാണ്. കുറച്ചധികം ശ്രദ്ധയും കൃത്യമായ ശുചിത്വ ശീലങ്ങളും ഉണ്ടെങ്കിൽ വയനാടിനെ ഈ പ്രതിസന്ധിയെയും മറികടക്കാനാവും. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. സുരക്ഷിതരായിരിക്കുക. ഈ വിവരങ്ങൾ പരമാവധി ആളുകളിലേക്ക് പങ്കുവയ്ക്കുക.